மங்களாதேவி கண்ணகியம்மன் கோவில் தரிசனம் முடிந்து திரும்பிக் கொண்டிருந்த போது இடிமின்னல் தாக்கியதில் 7 பேர் காயமடைந்தனர். மங்களாதேவியிலிருந்து குமுளி செல்லும் வழியில் 9வது வளைவுக்கு அருகே இந்த விபத்து நிகழ்ந்தது. மங்களாதேவியிலிருந்து குமளிக்கு வரும் வழியில் 9ஆம் வளைவில் அருகில் தான் விபத்து ஏற்பட்டது. சம்பவத்தில் கையில் பலத்த காயமடைந்த கொல்லத்தை சேர்ந்த நபரும் காவல் அதிகாரியுமான அன்சாரை பாலாவில் உள்ள தனியார் மருத்துவமனைக்கு மாற்றினர். தமிழ்நாடு திண்டுக்கலை சேர்ந்த உஷாராணி என்பவரை தேனி மருத்துவக் கல்லூரியில் அனுமதித்தனர். திருவனந்தபுரத்தை சேர்ந்த விஷ்ணு, தனலட்சுமி, திருச்சூரை சேர்ந்த ரம்யா, தமிழ்நாட்டை சேர்ந்த லோகமணி, காளியம்மாள் போன்றவர்கள் சிறிய காயங்களுடன் தப்பினர். இவர்களுக்கு குமுளி குடும்ப ஆரோக்கிய நிலையத்தில் முதலுதவி கொடுக்கப்பட்டது. காயமடைந்த திருவனந்தபுரத்தை சேர்ந்த விஷ்ணு குமுளி மருத்துவமனையில் கண்காணிப்பில் உள்ளார். ക്ഷേത്രത്തിലെ ഉത്സവം ഏറെ പ്രാധാന്യത്തോടുകൂടി എല്ലാവരുടെയും ഒരുമിച്ചുള്ള സംഘാടനത്തോടുകൂടിയാണ് നടക്കുന്നത്. ഇത് അപ്രതീക്ഷിതമായി സംഭവിച്ചു പോയ ഒരു അത്യാഹിതമാണ്. മിന്നലേറ്റ് 7ഓളം ആളുകൾക്ക് പരിക്ക് പറ്റിയെന്നുള്ളത്. പക്ഷേ ആരുടെയും പരിക്കുകൾ അത്ര ഗുരുതരമായി കാണുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സമയത്തുണ്ടായ ചെറിയൊരു ആഘാതത്തിൽ ആളുകൾ പല വശത്തേക്കായി തെറിച്ചു വീഴുകയായിരുന്നു. അങ്ങനെ തെറിച്ചു വീണപ്പോൾ ഉണ്ടായ പരിക്കുകളാണ് കാണുന്നത്. ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ആയപ്പോഴത്തേക്കും ഞാൻ ജീപ്പിൻ്റെ ഫുഡ് സ്റ്റെപ്പിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇറങ്ങി താഴെ നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മിന്നലടിച്ചു. ആ ഒരു ഒറ്റ സെക്കൻഡിൽ തന്നെ അരയ്ക്ക് താഴെ തളർന്നു പോകുമായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ തെറിച്ച് തറയിൽ വീഴുന്നു, ഓടി വീഴുമായിരുന്നു. പിന്നെ ഫോറസ്റ്റിൻ്റെ അവർ വന്നിട്ടാണ് എന്നെ എടുത്ത് മാറ്റി കിടത്തിയിട്ട് പെട്ടെന്ന് താഴെ എത്തിച്ചത്. ഇപ്പോൾ കുഴപ്പമില്ല, ബെറ്ററായിട്ടുണ്ട്. മുന്നേ അവിടെ ഇടുന്നുണ്ടായോ നേരത്തെ? ഇന്നലെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ചെന്ന സമയത്തൊന്നും മഴയില്ലായിരുന്നു, പക്ഷെ പെട്ടെന്നാണ് മഴ പെയ്തതെന്ന് മിന്നലടിച്ചത്. ന്യൂസ് ബ്യൂറോ, കുമളി.